നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. കേൾക്കാം ബാലകവിതകൾ. മലയാളം മിഷൻ റിസോഴ്സ് പേഴ്സണും എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ രചിച്ച നേരമില്ല ഉണ്ണിക്ക് എന്ന പുസ്തകത്തിലെ കവിതകൾ കേൾക്കാം. ഉണ്ണിമോഹങ്ങൾ, മാനത്തെ പൂക്കൾ, കുസൃതിച്ചെപ്പ്, മലയാള കവിതാ ക്വിസ് തുടങ്ങി നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. നാസ്കോ കവിതാ പുരസ്കാരം, നവകം കവിതാ അവാർഡ്, പുരോഗമന കലാസാഹിത്യ സംഘം കവിതാ അവാർഡ്, സാഹിത്യശ്രീ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അമ്മേ അമ്മേ അങ്ങേ വീട്ടിലെ നങ്ങേലിക്കുട്ടി എങ്ങുപോയി, നങ്ങേലിക്കുട്ടി എങ്ങുപോയി. അമ്മേ അമ്മേ അങ്ങേ വീട്ടിലെ നങ്ങേലിക്കുട്ടി എങ്ങുപോയി, നങ്ങേലിക്കുട്ടി എങ്ങുപോയി. ഇന്നലെയും ഇന്നും എന്നോടൊപ്പം വന്നില്ലല്ലോ കളിക്കുവാനായി. ഇന്നലെയും ഇന്നും എന്നോടൊപ്പം വന്നില്ലല്ലോ കളിക്കുവാനായി. മണ്ണപ്പം ചൂടാൻ തേന്മാവിൻ ചോട്ടിൽ കണ്ണൻ ചിരട്ട കിടക്കുന്നു. മണ്ണപ്പം ചൂടാൻ തേന്മാവിൻ ചോട്ടിൽ കണ്ണൻ ചിരട്ട കിടക്കുന്നു. ചില്ലയിലിട്ടോരു ഞാലങ്ങത, ചില്ലയിലിട്ടോരു ഞാലങ്ങത ചെല്ലച്ചെറു കാറ്റിലാടുന്നു, ചെല്ലച്ചെറു കാറ്റിലാടുന്നു. ഞങ്ങളുടെ കൊച്ചു കളിവീടുംഭാ നങ്ങേലിയെ കാത്തു നിൽക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കളിവീടുംഭാ നങ്ങേലിയെ കാത്തു നിൽക്കുന്നു. എന്റെ അമ്മേ അങ്ങേ വീട്ടിലെ നങ്ങേലിക്കുട്ടി വന്നില്ല. എന്റെ അമ്മേ അങ്ങേ വീട്ടിലെ നങ്ങേലിക്കുട്ടി വന്നില്ല, നങ്ങേലിക്കുട്ടി വന്നില്ല. കാലത്തു ഞാനൊരു ചക്കര മാമ്പഴം നങ്ങേലിക്കായി കരുതിയപ്പോൾ, കാലത്തു ഞാനൊരു ചക്കര മാമ്പഴം നങ്ങേലിക്കായി കരുതിയപ്പോൾ, എന്റെ അമ്മയുടെ കണ്ണിൽ നിന്നും, എന്റെ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളി അടർന്നു വീഴാൻ, കണ്ണീർ തുള്ളി അടർന്നു വീഴാൻ. ഇന്നലെയും ഇന്നും അങ്ങേ വീട്ടിൽ ആളുകളെന്തിത്ര വന്നമ്മേ. ഇന്നലെയും ഇന്നും അങ്ങേ വീട്ടിൽ
തൊടിയിൽ പൊങ്ങിയതെന്റെ പുകക്കൂട്ടം. ഇന്നു പുലർച്ചയ്ക്കങ്ങേ തൊടിയിൽ പൊങ്ങിയതെന്റെ പുകക്കൂട്ടം. എന്തേ അമ്മേ നങ്ങേലിക്കുട്ടി ഇങ്ങോട്ടിന്നും വന്നില്ല? എന്തേ അമ്മേ നങ്ങേലിക്കുട്ടി ഇങ്ങോട്ടിന്നും വന്നില്ല? ഇങ്ങോട്ടിന്നും വന്നില്ല, 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 വന്നില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. കേൾക്കാം ബാലകവിതകൾ. മലയാളം മിഷൻ റിസോഴ്സ് പേഴ്സണും എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ രചിച്ച നേരമില്ല ഉണ്ണിക്ക് എന്ന പുസ്തകത്തിലെ കവിതകൾ കേൾക്കാം. പൂവാണു സ്നേഹം, ചെറുനോവാണു സ്നേഹം, നുള്ളുവാൻ നോക്കവേ കയ്യിൽ മുള്ളുകൊള്ളുന്നൊരു സ്നേഹം. പൂവാണു സ്നേഹം, ചെറുനോവാണു സ്നേഹം, നുള്ളുവാൻ നോക്കവേ കയ്യിൽ മുള്ളുകൊള്ളുന്നൊരു സ്നേഹം. പൂവാണു സ്നേഹം, തരുവാണു സ്നേഹം, കുളിർത്തണലാണു സ്നേഹം, തരുവാണു സ്നേഹം, കുളിർത്തണലാണു സ്നേഹം. കത്തുന്ന സൂര്യന്റെ കണ്ണിൽ കാണുന്നതും സ്നേഹം. കത്തുന്ന സൂര്യന്റെ കണ്ണിൽ കാണുന്നതും സ്നേഹം. പൂവാണു സ്നേഹം, ചൂടാണു സ്നേഹം, ചൂടും കുടയാണു സ്നേഹം. ചൂടാണു സ്നേഹം, ചൂടും കുടയാണു സ്നേഹം. കാറ്റുലച്ചിടവേ നിത്യം കാത്തുരക്ഷിപ്പതും സ്നേഹം. പൂവാണു സ്നേഹം, കണ്ണാണു സ്നേഹം, കൃഷ്ണമണിയാണു സ്നേഹം. കണ്ണാണു സ്നേഹം, കൃഷ്ണമണിയാണു സ്നേഹം. കണ്ണിൽ നിന്നടരുന്ന കണ്ണീർ
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. കേൾക്കാം ബാലകവിതകൾ. മലയാളം മിഷൻ റിസോഴ്സ് പേഴ്സണും എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ രചിച്ച നേരമില്ല ഉണ്ണിക്ക് എന്ന പുസ്തകത്തിലെ കവിതകൾ കേൾക്കാം. അന്നത്തിനായി ഞങ്ങൾ നീട്ടുന്ന കൈകളിൽ ആയുധമെന്തിനു നൽകുന്നു നീ? അന്നത്തിനായി ഞങ്ങൾ നീട്ടുന്ന കൈകളിൽ ആയുധമെന്തിനു നൽകുന്നു നീ? ആയുരാരോഗ്യങ്ങൾ അർത്തിക്കും ഞങ്ങൾക്കു രോഗങ്ങൾ വാരി വിതയ്ക്കുന്നു നീ. കുഞ്ഞിളം ബാല്യം നുകർന്നു തീരും മുൻപ് കുഞ്ഞു കണ്ഠങ്ങൾ ഞെരിച്ചിടല്ലേ? കുഞ്ഞിളം ബാല്യം നുകർന്നു തീരും മുൻപ് കുഞ്ഞു കണ്ഠങ്ങൾ ഞെരിച്ചിടല്ലേ? അറിവുകൾ കൊയ്യാൻ അണിചേർന്ന ഞങ്ങളെ അറുകൊല ചെയ്യാൻ മുതിർന്നിടല്ലേ? അറിവുകൾ കൊയ്യാൻ അണിചേർന്ന ഞങ്ങളെ അറുകൊല ചെയ്യാൻ മുതിർന്നിടല്ലേ? ജീവിതം പൂത്തു തളിർക്കേണ്ടിടങ്ങളിൽ ചുടല നൃത്തങ്ങൾ നടത്തിടല്ലേ? ജീവിതം പൂത്തു തളിർക്കേണ്ടിടങ്ങളിൽ ചുടല നൃത്തങ്ങൾ നടത്തിടല്ലേ? സ്നേഹം സുഗന്ധം പരത്തേണ്ടിടങ്ങളിൽ ചോരക്കൊതി നാവു നീട്ടിടല്ലേ? സ്നേഹം സുഗന്ധം പരത്തേണ്ടിടങ്ങളിൽ ചോരക്കൊതി നാവു നീട്ടിടല്ലേ? സ്വാർത്ഥത നട്ടു നനച്ചു വളർത്തുവാൻ പിഞ്ചുകിടാങ്ങൾ തൻ ചോര വീണു. നിസ്വസ്ഥൻ അസ്വസ്ഥരോദനം കേൾക്കണു സിംഹാസനത്തിൽ ഞെളിഞ്ഞിരിക്കാൻ. നിസ്വസ്ഥൻ അസ്വസ്ഥ രോദനം കേൾക്കണോ സിംഹാസനത്തിൽ ഞെളിഞ്ഞിരിക്കാൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. കേൾക്കാം ബാലകവിതകൾ. മലയാളം മിഷൻ റിസോഴ്സ് പേഴ്സണും എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ രചിച്ച നേരമില്ല ഉണ്ണിക്ക് എന്ന പുസ്തകത്തിലെ കവിതകൾ കേൾക്കാം. ആരൊക്കെയുണ്ടെന്റെ വീട്ടിലിന്ന്? ആരൊക്കെയോ ചേർന്നു ചോദിക്കവേ ചൊല്ലി ഞാൻ ചില കിടാങ്ങളുണ്ട്. അച്ഛനുണ്ടമ്മയുണ്ടെന്റെ വീട്ടിൽ, അച്ഛനുണ്ടമ്മയുണ്ടെന്റെ വീട്ടിൽ. ചേച്ചിയും ചേട്ടനും മുത്തശ്ശിയും കൊച്ചനിയത്തിയും കൂട്ടിനുണ്ട്. കണ്ണിമ വിട്ടാതെ കാവലായി തിണ്ണയിൽ കാതോർത്തൊരുവനുണ്ട്. തിണ്ണയിൽ കാതോർത്തൊരുവനുണ്ട്. ചൂടുപോകാതെ അടുപ്പുകല്ലിൽ ചൂളിപ്പിടിച്ചു കിടപ്പൊരുത്തി തട്ടിൻ
തട്ടിമൂട്ടി ഒട്ടുപേർന്നിട്ടോട്ടമൂടുന്നവർ, ഒട്ടുപേർന്നിട്ടോട്ടമൂടുന്നവർ. വലനേതു പാത്തു പതുങ്ങി നിൽപ്പോ, പലവിധം കൂടു ചമച്ചിടുന്നു, പാട്ടുകൾ മൂളി പാറിടുന്നു, കട്ടിലിൽ കേറി ഒളിച്ചിരിപ്പോ, കട്ടിലിൽ കേറി ഒളിച്ചിരിപ്പോ. കൃത്യമായി കൂവിയുണർത്തിടുന്നു, വൃത്തിയാക്കാൻ പറന്നെത്തിടുന്നു, ചൂടാൽ ചിറകു കരിയുന്നവർ ചുമരിൽ പറ്റി പിടിച്ചിരിപ്പോ, ചുമരിൽ പറ്റി പിടിച്ചിരിപ്പോ. ആരും വിളിക്കാതെ വന്നിടുന്നു, ആരും അറിയാതെ പോയിടുന്നു, കണ്ണാലെ നേരിൽ കണ്ടിടാത്തോ, എണ്ണിയാലൊട്ടുമേ തീർന്നിടാത്തോ, എണ്ണിയാലൊട്ടുമേ തീർന്നിടാത്തോ. എത്ര പേരെന്റെ വീട്ടിൽ എന്നോടൊത്തു വസിച്ചിടുന്നു, എത്ര പേരെന്റെ വീട്ടിൽ എന്നോടൊത്തു വസിച്ചിടുന്നു, എന്നോടൊത്തു വസിച്ചിടുന്നു, എന്നോടൊത്തു വസിച്ചിടുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. കേൾക്കാം ബാലകവിതകൾ. മലയാളം മിഷൻ റിസോഴ്സ് പേഴ്സണും എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ രചിച്ച നേരമില്ലുണ്ണിക്ക് എന്ന പുസ്തകത്തിലെ കവിതകൾ കേൾക്കാം. കാലം പലവട്ടം ഇല പൊഴിച്ചാലും, കോലം നാം എത്ര മാറിയാലും, പള്ളിക്കൂട പരിസരമെത്തിയാൽ ഉള്ളിലുണ്ടെന്തോ വിരിയുന്നു, കൈമാടിയാരോ വിളിക്കുന്നു, കൈ പിടിച്ചും കൊണ്ടുപോകുന്നു. കാലം പലവട്ടം ഇല പൊഴിച്ചാലും, കോലം നാം എത്ര മാറിയാലും, പള്ളിക്കൂട പരിസരമെത്തിയാൽ ഉള്ളിലുണ്ടെന്തോ വിരിയുന്നു, കൈമാടിയാരോ വിളിക്കുന്നു, കൈ പിടിച്ചും കൊണ്ടുപോകുന്നു. ഗേറ്റും കടന്നു മുറ്റത്തെത്തും നേരത്ത് ചുറ്റും വിളികളുയരുന്നു, പല്ലുപോയി പാടുവാർദ്ധക്യമെത്തിയ നെല്ലിമരം ചുമച്ചിടുന്നു, കല്ലെടുത്തെന്നെ എറിഞ്ഞിട്ടും നല്ല നെല്ലിക്ക തന്നില്ലേ കൂട്ടുകാരാ, കല്ലെടുത്തെന്നെ എറിഞ്ഞിട്ടും നല്ല നെല്ലിക്ക തന്നില്ലേ കൂട്ടുകാരാ. നോവിൽ വിറയാർന്നു നിന്നിടുന്ന മാവിന്റെ ചില്ലകൾ ചൊല്ലിടുന്നു, കൈ പിടിച്ചെന്നെ വലിച്ചിട്ട്
മഞ്ഞ കിണറിനടിയിലെ ഉറവയുറക്കെ കുറുകുന്നു. തൊട്ടിയാലെന്നെ തലക്കടിച്ചിട്ടും ദാഹിച്ച വെള്ളം ഞാൻ പകർന്നില്ലേ, ദാഹിച്ച വെള്ളം ഞാൻ പകർന്നില്ലേ. പൊന്ത പിടിച്ചു കിടക്കുന്ന തോപ്പിൽ പൊന്തുന്ന ചെത്തങ്ങൾ ചോദിച്ചു. പിച്ചിയും മാന്തിയും കണ്ണു നിറച്ചാലും ചൂടുവാൻ പൂവു ഞാൻ തന്നില്ലേ, ചൂടുവാൻ പൂവു ഞാൻ തന്നില്ലേ. ഓടി കളിച്ചു വഴുക്കിയ മുറ്റത്തു വാടിക്കിടപ്പുണ്ടോ ബാല്യകാലം. അടിപിടി കൂടി നടന്ന വരാന്തയിൽ പൊടി പിടിച്ചെന്തോ കിടപ്പുണ്ടോ. അടിപിടി കൂടി നടന്ന വരാന്തയിൽ പൊടി പിടിച്ചെന്തോ കിടപ്പുണ്ടോ, പൊടി പിടിച്ചെന്തോ കിടപ്പുണ്ടോ, പൊടി പിടിച്ചെന്തോ കിടപ്പുണ്ടോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. അമ്മ മലയാളം, ഉമ്മ മലയാളം.